എല്ലാവർക്കും നമസ്കാരം. ലെറ്റസ് റീഡ് ദ ന്യൂസ് വിത്ത് അബീസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 12 പ്രധാന തലക്കെട്ടുകൾ ഒറ്റ നോട്ടത്തിൽ ഒന്ന് വായിക്കാം. ഇന്ത്യ US വ്യാപാര കരാർ, കേന്ദ്രത്തെ കടന്നാക്രമിച്ച് രാഹുൽ. ഇന്ത്യയെ നിങ്ങൾ വിറ്റു എന്നാണ് പത്രത്തിൻ്റെ തലക്കെട്ട്. ഊർജ്ജ സുരക്ഷയും കർഷക താൽപ്പര്യങ്ങളും ബലി കഴിച്ചു, തുണി വ്യവസായത്തിൻ്റെ കഥ കഴിഞ്ഞു എന്നൊക്കെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് പാർലമെൻറ്റിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ച് പാർലമെൻറ്റ് പ്രക്ഷുബ്ധമായിരുന്നു എന്നുള്ളതാണ് വാർത്ത. അടുത്ത വാർത്ത, വന്ദേ മാതരം ആലാപന നിർദ്ദേശങ്ങളുമായി കേന്ദ്രം. രാഷ്ട്രപതിയും ഗവർണർമാരും പങ്കെടുക്കുന്ന സർക്കാർ ചടങ്ങുകളിൽ ആലപിക്കണം. തുടർന്ന് കുറേ അതിൻ്റെ എവിടെയെല്ലാം അത് ആലപിക്കണമെന്നുള്ളത് സംബന്ധിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അഖിലേന്ത്യാ പണിമുടക്ക് ആരംഭിച്ചു. വാഹനങ്ങൾ തടയില്ലെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി. പരീക്ഷകളൊക്കെ മാറ്റിവെച്ചു. എന്തായാലും കേരളത്തിൽ ഈ സമരം ഭാഗികമായൊരു പൂർണ്ണ ബന്ധായി മാറിയിട്ടുണ്ടെന്നുള്ളതാണ് രാവിലെ വരുന്ന വാർത്തകൾ. കൊച്ചി മെട്രോ രണ്ടാം ഘട്ടം 1016.24 കോടി രൂപ വായ്പ എടുക്കാൻ അനുമതി നൽകി. കാലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നിന്ന് കാക്കനാട് വഴി ഇൻഫോ പാർക്കിലേക്ക് 11.2 കിലോമീറ്റർ ദൂരത്തിലാണ് രണ്ടാം ഘട്ട വികസനം ആരംഭിച്ചിട്ടുള്ളത്. കൊച്ചി മെട്രോ രണ്ടാം ഘട്ടം 1016.24 കോടി രൂപ വായ്പ എടുക്കാൻ അനുമതി നൽകി. കാലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നിന്ന് കാക്കനാട് വഴി ഇൻഫോ പാർക്കിലേക്ക് 11.2 കിലോമീറ്റർ ദൂരത്തിലാണ് രണ്ടാം ഘട്ട വികസനം ആരംഭിച്ചിട്ടുള്ളത്. മണിപ്പൂരിൽ രൂക്ഷമായ സംഘർഷമാണ് തുടരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. മണിപ്പൂരിൽ സംഘർഷം രൂക്ഷം, 70 വീട് കത്തിച്ചു. ഷിപ്പിംഗ് മേഖലയിൽ വിദഗ്ധ പഠനം. IMU CET മെയ് 24, അപേക്ഷ ഏപ്രിൽ 14 വരെ സമർപ്പിക്കാം. അടുത്ത ഒരു വാർത്ത എന്ന് പറയുന്നത്, കേരളത്തിലെ 24 നഴ്സിംഗ് കോളേജുകളിലെ കോഴ്സുകൾക്ക് അംഗീകാരം നഷ്ടം. INC റദ്ദാക്കിയത് നിശ്ചിത കോഴ്സുകളുടെ അംഗീകാരം മാത്രം. ഇതൊന്നും മറ്റു കോഴ്സുകളെ ബാധിക്കുന്നില്ല. ഈ 24 നഴ്സിംഗ് കോളേജുകളിലും മറ്റു കോഴ്സുകളൊക്കെ നടക്കും. വിദേശ വനിത കടത്താൻ ശ്രമിച്ചത് 40 കോടിയുടെ കൊക്കെയിൻ. നെടുമ്പാശ്ശേരി, വിദേശ വനിത കൊച്ചി വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 4 കിലോഗ്രാം രാസലഹരി വിലയേറിയ കൊക്കെയിനാണെന്ന് കണ്ടെത്തി. 2020 ലോകകപ്പിൽ ഇന്ന് വൈകിട്ട് 7 നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ നമീബിയയെ നേരിടും. അഭിഷേക് ശർമ്മയ്ക്ക് പകരം സഞ്ജു സാംസൺ കളിച്ചേക്കാം. ഈ പ്രാവശ്യമെങ്കിലും സഞ്ജു കൊച്ചിയിലെ കേരളത്തിൻ്റെ ആരാധകരെ നിരാശപ്പെടുത്തില്ല എന്ന് കരുതാം. ഓൾ ദി ബെസ്റ്റ് ഇന്ത്യ. അപ്പോൾ ഇന്നത്തെ വാർത്തകൾ പരമാവധി ഷെയർ ചെയ്തു എന്നാണ് കരുതുന്നത്. വാർത്താ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് റീഡ് വിത്ത് അബീസ് എന്ന ഈ ചാനൽ വാർത്തയുമായി നാളെ കാണാം. നമസ്കാരം.